നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ തൊടുകുറിയിലൂടെ വെറ്റില ഉപയോഗിച്ചുള്ള ഒരു ലക്ഷണശാസ്ത്രമാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 വെറ്റിലകളാണ്, അഥവാ താമ്പൂലം എന്ന് പറയാം. ഈ തന്നിരിക്കുന്നതായ വെറ്റിലകളിൽ ഒരു വെറ്റില നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നിങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതായ ഒരു താമ്പൂലമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഈ വെറ്റിലയുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാനായി പോകുന്നത്. വെറ്റിലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വെറ്റിലകളിൽ ഏതെങ്കിലും ഒരു വെറ്റില നിങ്ങൾ തിരഞ്ഞെടുക്കണം. മനസ്സിനെ ആകർഷിച്ചതായ ഒരു വെറ്റില തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏവരും ഒരു വെറ്റില തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി അതിൽ തന്നെ നിങ്ങൾ ഉറച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തണം. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കും. എവരും ചെയ്യേണ്ടതായ കാര്യം പോസിറ്റീവായ ഊർജത്തോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണം. നെഗറ്റീവായ പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മനസ്സ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആകുലപ്പെട്ടിട്ടുണ്ടാകാം. അത്തരം ചിന്തകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയാണോ അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ ഇഷ്ടദേവത, ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം എത്തിക്കണം. അപ്പോൾ ആദ്യത്തെ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്പോൾ ആദ്യത്തെ വെറ്റില തിരഞ്ഞെടുത്തവരുടെ ഫലം പരിശോധിക്കുമ്പോൾ ഈ വെറ്റില നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ആ വെറ്റിലയുടെ തുമ്പുഭാഗം ഇല്ല എന്നുള്ളതാണ്. തുമ്പുഭാഗം മുറിഞ്ഞു പോയ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലക്ഷണശാസ്ത്ര പ്രകാരം നോക്കുന്നതായ വെറ്റില, അഥവാ ലക്ഷണശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഈ വെറ്റിലയുടെ ഇപ്രകാരം മുൻഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, ചൈതന്യം കുറവുള്ളതായി പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ വ്യക്തമായി തന്നെ ഒരു കാര്യം പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ധനപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ ചില വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. ധനപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ധനപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ ധനപരമായ വിഷമങ്ങളാൽ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് പണം ആവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെയധികം സവിശേഷമായ ഗുണങ്ങൾ അല്ലെങ്കിൽ വളരെയധികം പ്രത്യേകതകൾ, മനസ്സിൽ ഒരു നന്മ, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. ഈശ്വരവിശ്വാസം എപ്പോഴും നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈശ്വരാധീനം നിലനിൽക്കണം എന്നും ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, മറ്റുള്ളവരോട് നന്നായി പെരുമാറുവാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വഭാവം വളരെ മികച്ചതാണ് എന്ന് പറയാം. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ രീതിയിൽ സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ. പല കാര്യങ്ങൾക്ക് വേണ്ടിയും ത്യാഗങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അത് വേണ്ടപ്പെട്ടവർക്കാകാം, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കാകാം. അത്തരത്തിൽ കുടുംബത്തിന് വേണ്ടിയാണ് എങ്കിലും വളരെയധികം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് എന്ന് പറയാം.
എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുത ഇവിടെ ജീവിതത്തെ പല രീതിയിലും ബാധിക്കുന്നതായ സാഹചര്യമുണ്ട്. പലവിധ പ്രയാസങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇവർ. ശത്രുക്കളുടെ ആ ദോഷങ്ങൾ, അതായത് ശത്രുദോഷത്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ഈ വെറ്റിലയുടെ ഞെട്ടുഭാഗം കൂടുതലുള്ളതിനാൽ തന്നെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുക്കൾ വളരെയധികം ഉണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതം അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് വാസ്തവം. പല രീതിയിലും വിഷമങ്ങൾ, നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ അനുഭവിക്കുന്നവരാണ്. വീട്ടിലെ വ്യക്തികൾക്ക് പോലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് മനസമാധാനം ഉണ്ടാകുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ത്യജിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്ന വ്യക്തികളാണ്. പരിശ്രമത്തിന് വളരെയധികം പ്രാധാന്യം നൽകുകയും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളും ഈശ്വരന് മുൻപിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മുൻപിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ സമർപ്പിച്ച വ്യക്തികളായി തന്നെ പരാമർശിക്കാം. ഇരുട്ടുമൂടിയ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രകാശം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രകാശമാകുവാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. പല വ്യക്തികൾക്കും മാർഗനിർദ്ദേശങ്ങൾ, കൃത്യമായ വഴികൾ, മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. പല വ്യക്തികൾക്കും ഗുരു സ്ഥാനീയരാണ് നിങ്ങൾ എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് പല വ്യക്തികളും നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും അത് കൃത്യതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾ പരിഹരിക്കുമ്പോൾ മറ്റു പല ദോഷങ്ങളും അല്ലെങ്കിൽ ശത്രുതകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ ദോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും പ്രശ്ന പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പല കാര്യങ്ങളിലും ദോഷകരമായി ഭവിക്കുന്നു എന്നതും നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാത്തതും നിങ്ങളുടെ വിഷമങ്ങൾക്ക് കാരണമാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചിട്ടും പലരുടെ നിർബന്ധത്താലും പല കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധ പല കാര്യങ്ങളിലും നൽകുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പിണയാറുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ധനം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പലവിധ തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. പണം വരാതിരിക്കുന്നതിനുള്ള ചില തടസ്സങ്ങളുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നു എന്നതും വാസ്തവമാകുന്നു. നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം ഇത്തരത്തിൽ പല ദുഃഖങ്ങളും, ഞാൻ പറഞ്ഞതും പറയാത്തതുമായ പല ദുഃഖങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് എന്ന് കാണാം. തീർച്ചയായും പല കാര്യങ്ങളും നടക്കില്ല എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ആ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു.
അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും ടെൻഷൻ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്ക് ശാരീരികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് മറികടക്കുവാൻ സാധിക്കും. ഈ സമയം പല ചിട്ടകളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ ചിട്ടകളോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ചിന്തയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ധനപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചില കാര്യങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സംശയങ്ങൾ അല്ലെങ്കിൽ വ്യാകുലതകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് എങ്കിലും അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമുള്ള തടസ്സമാണ് എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകണം. ധനപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കാണുന്നു. ഈ സമയം പൂർണ്ണമായും വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഈ വെറ്റിലയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിലേക്ക് പല വിധത്തിലും ധനം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ധാരാളം ധനം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ഒരു അംഗത്തിനുമാകാം, അത് നിങ്ങളുടെ സന്താനങ്ങളോ പങ്കാളിയോ ആകാം. ഇത്തരത്തിലുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അത് താൽക്കാലികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളിലേക്ക് തീർച്ചയായും ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈശ്വരന്റെ അനുഗ്രഹവും ഒരു കവചം അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ശത്രുക്കൾക്ക് മുൻപിൽ പലപ്പോഴും പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവരുടെ ശക്തിക്കോ അല്ലെങ്കിൽ ചിന്തകൾക്കോ മുന്നിൽ നിങ്ങൾ നിഷ്പ്രഭരായി പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾക്ക് പല അവസരങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതെല്ലാം അതിജീവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യമുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ധനം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരമുണ്ട്. ധനപരമായ കാര്യങ്ങൾ, അതായത് ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്നതിലൂടെയാകാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിച്ച് നിർത്തുവാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല അവസരങ്ങളിലും അത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ്. പല അവസരങ്ങളിലും പലരെയും സംരക്ഷിച്ചു എന്നത് ഒരു മികവായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. പണം കൃത്യമായി വിനിയോഗിക്കുവാൻ അറിയുന്നവരാണ് എങ്കിലും ചില വ്യക്തികൾ മൂലമോ ചില സന്ദർഭങ്ങളിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ മൂലമോ ധനനഷ്ടവും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. സമ്പാദ്യം ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരായി തന്നെ കാണുവാനായി സാധിക്കുന്നു. പണം ഉണ്ടാകണം എന്ന രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിലും അത് വലിയ നേട്ടങ്ങളായി നിങ്ങൾ എടുക്കാറില്ല എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകുന്നു എങ്കിൽ പോലും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം.
ഭാവി മുൻകൂട്ടി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭാവി മോശമാകരുത് എന്ന് കരുതി ഭാവിയിലേക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ ചെയ്തു വച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. ഭാവി ജീവിതം സുരക്ഷിതമാക്കണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഒരു പരിധിവരെ അത് സാധിക്കാം എന്ന് കാണുവാനായി സാധിക്കുന്നു. ധനാഢ്യം വന്നു ചേരുവാനും ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളവർ തന്നെയാണ് നിങ്ങൾ. കൂടാതെ കലാപരമായി ഉയർന്നു നിൽക്കുവാൻ സാധിക്കുന്നവരാണ്, കലാപരമായ കഴിവുകൾ ഉള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. കൂടാതെ ഈ സമയം കലയോട് അല്ലെങ്കിൽ കലാമേഖലയോട് വളരെയധികം താല്പര്യമുള്ളവർ തന്നെയാണ് നിങ്ങൾ. കഴിവുകൾ പലപ്പോഴും കൃത്യമായി പ്രകാശിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ചില സമയങ്ങളിൽ അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് വഴി പലരിൽ നിന്നും നിങ്ങൾക്ക് ദേഷ്യമോ അനിഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും വലിയ കാര്യമായി എടുക്കാതെ ജീവിതത്തിൽ പല വിജയങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഉത്തരവാദിത്വമുള്ളവർ തന്നെയാണ് നിങ്ങൾ. കാരണം ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിക്കാം എന്നൊരു ചിന്ത പലരിലുമുണ്ട്. അതിനാൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ആ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. തൊഴിൽ സംബന്ധമായി നോക്കുകയാണ് എങ്കിൽ ഇവർക്ക് തൊഴിലിൽ പടിപടിയായുള്ള ഉയർച്ചയിലൂടെ ഉയർന്ന സ്ഥാനത്തേക്ക് പോലും എത്തുവാൻ കഴിവുള്ളവരാണ് എന്ന് തന്നെ ഇവരെ കുറിച്ച് പരാമർശിക്കാം. കുറേയേറെ ഗുണകരമായ കാര്യങ്ങൾ ഉള്ള വ്യക്തികൾ തന്നെയാണ്, അല്ലെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പുലർത്തുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ധനം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. അല്പം വരുമാനമുള്ള വ്യക്തികൾ തന്നെയാകാം. എന്നാൽ കൈകളിൽ പണം നിൽക്കുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം തന്നെയാണ്. കൈകളിലേക്ക് എപ്രകാരമാണോ പണം വരുന്നത് അതേപോലെ തന്നെ നഷ്ടമായി പോകുന്ന സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നത് നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്നു. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം പ്രയാസങ്ങൾ ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സമ്പന്നരാണ് അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള വ്യക്തികളാണ് എന്ന് തോന്നിയാൽ പോലും ധനപരമായും മാനസികപരമായും വിഷമതകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. കൃത്യമായി നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും പണം കൈകളിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഒലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്നതാണ് വാസ്തവം. ബാഹ്യമായി നോക്കുകയാണ് എങ്കിൽ വളരെയധികം പ്രഭയുള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അവർക്ക് എന്താണ് കുറവ് എന്ന് പോലും പലരും പറയുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയൂ എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങളെ കാഴ്ചയിലൂടെ വളരെയധികം അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പല കാര്യങ്ങളും മാറ്റങ്ങളായി കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ ചില മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നുള്ളതാണ്. ഈ വെറ്റില തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അത് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ അവസരങ്ങൾ വിനിയോഗിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ ആ സന്തോഷം നിലനിർത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.